കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു നേതാവും പറയാത്ത തരത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സാമൂഹ്യ നീതിയെക്കുറിച്ച്, കാസ്റ്റ് സെൻസസിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലത്ത് അത് അംബേദ്കറിൻ്റെ യഥാർത്ഥ ഐഡിയോളജിയാണെന്നും ആ ഐഡിയോളജി എങ്ങനെയും ചെറുത്ത് തോപ്പിച്ചേ മതിയാവൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ പരിഹാസങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു ഭയമാണ്. എല്ലാ ഭയവും പോലെ പുറത്തത് ഭയമായിട്ടല്ല പുറത്തു വരിക, എല്ലാ ഇൻസെക്യൂരിറ്റികളും പുറത്തു വരിക അധികാര പ്രയോഗങ്ങളായിട്ടാണ്. ഈ അധികാര പ്രയോഗമായിട്ട് പുറത്തു വരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ അംബേദ്കറെ, യഥാർത്ഥ അംബേദ്കറുടെ യഥാർത്ഥ ഐഡിയോളജിയെ അവരിന്നും ഭയക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ ദൈവം ആണോ എന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത്തരം ഒരു സ്വർഗവുമില്ല, അത്തരം ഒരു ദൈവവും കൊണ്ടുപോകാനില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. BJP എല്ലാ കാലത്തും സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പാർലമെന്റ് പ്രസംഗത്തിലൂടെ പുറത്തു വന്നത് അംബേദ്കറെയും ഭരണഘടനയും BJP യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കാണുന്നത് എന്നത് തന്നെയാണ്. ഇവിടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന കുറച്ച് മനുഷ്യർ തങ്ങൾക്ക് ആരാണ് അംബേദ്കർ എന്ന് പറയുകയാണ്. ഇപ്പോൾ ദൈവം ആണോ എന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത്തരം ഒരു സ്വർഗവുമില്ല, അത്തരം ഒരു ദൈവവും കൊണ്ടുപോകാനില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ അതായത് വഴി നടക്കാനുള്ള അവകാശം, പഠിക്കാനുള്ള അവകാശം, തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ നിൽക്കാനുള്ള അവകാശം, സമത്വത്തിന് വേണ്ടിയുള്ള അവകാശം, ഇതെല്ലാം ഭരണഘടന പുതിയതായി വിഭാവനം ചെയ്ത് കൊണ്ടുവന്ന കാര്യമാണ്. കാരണം ഇത് ആർക്കും അറിയില്ലായിരുന്നു. ഇത് പറയുമ്പോൾ പോലും ഇന്നും ഇപ്പം നമ്മൾ കണ്ടു ഈ പുതിയ ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള പുതിയ കോടതി വിധികൾ വരുന്ന സമയത്ത് പോലും ഇതിങ്ങനെയാണോ വേണ്ടതെന്ന് പറയുന്ന ആളുകളാണ്. ഇത് ഇത്ര വർഷം 75ാം വാർഷികം ആഘോഷിക്കുന്ന സമയം എത്തുമ്പോൾ പോലും ഈ പറയുന്ന ഭരണഘടന വിഭാവനം ചെയ്ത സമത്വമാവട്ടെ, തുല്യതയാവട്ടെ, ജനാധിപത്യ മൂല്യങ്ങളാവട്ടെ, ഇതൊന്നും തന്നെ ഇപ്പോഴും ഡൈജസ്റ്റ് ആവാത്ത മനുഷ്യരാണ്. ആ മനുഷ്യരോട് അന്ന് നിന്നിട്ട് ഇതൊക്കെ ഇന്ത്യക്ക് വേണം, ഇതാണ് ഇന്ത്യയുടെ മൂല്യങ്ങൾ, ഇതാണ് നിങ്ങൾ തുടരേണ്ടത്, ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ആ മനുഷ്യൻ തീർച്ചയായും ഇങ്ങനെ ജീവിക്കുന്ന, തുല്യതയില്ലാതെ ജീവിച്ച ബ്രാഹ്മണർക്കൊഴികെ വേറെ ആർക്കാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്? വേറെ ആർക്കാണ് അധികാരം ഉണ്ടായിരുന്നത്? വേറെ ആർക്കാണ് അവകാശങ്ങൾ ഉണ്ടായിരുന്നത്? അങ്ങനെയല്ലാത്ത മനുഷ്യന്മാർ ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറൊരു ദൈവം ഡോക്ടർ BR അംബേദ്കറിനെ പോലെ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി നമ്മളിപ്പോഴും ഞെട്ടുമല്ലോ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഞാനും നീയൊക്കെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടുകൂടരുത്, മാറി നിൽക്കണമെന്ന് പറഞ്ഞ മനുഷ്യരോട് നമ്മളെന്നാണ് പറഞ്ഞത്. പേഴ്സൺ എന്ന, നമ്മളിപ്പോഴും ജെൻഡറിനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ പേഴ്സൺ എന്ന വാക്ക് അത് ഉണ്ടാക്കുന്ന മൂല്യബോധം എന്താണെന്ന് നമ്മൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അത്തരം ഒരു മനുഷ്യ സമൂഹത്തോട് നിന്നിട്ട് ഇതൊക്കെയാണ് മൂല്യം എന്ന് പറഞ്ഞ ഡോക്ടർ BR അംബേദ്കർ, ആ അംബേദ്കറിനെ തന്നെയാണ് ഭരണഘടനയിൽ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് തന്നെയാണ് പാർലമെൻറ്റിൽ പറയേണ്ടത്. അതല്ലാതെ ഇവർ പറയുന്ന ദൈവം നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ ആ ദൈവം അത് അവരുടെ കയ്യിലിരിക്കട്ടെ. ഇത് അവരുടെ മനസ്സിലുള്ള ഒരുപാട് നാളായിട്ട് അവർ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഭരണഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആഭ്യന്തരമന്ത്രിയാൽ പാർലമെൻറ്റിൽ പുറത്തേക്ക് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. ഒരു കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പ്, സ്വാതന്ത്ര്യം മുമ്പേ മുതൽ തന്നെ മഹാത്മാഗാന്ധിയാണ് അറ്റാക്ക് ചെയ്തെങ്കിൽ, രാഷ്ട്രപിതാവിനെയാണെങ്കിൽ ഈ രാഷ്ട്രം വന്നതിന് ശേഷം ഇന്ത്യക്ക് ഇതുപോലുള്ളൊരു ബഹുസ്വര സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് പെട്ടെന്നുള്ള സുപ്രഭാതത്തിലല്ല, കുറേ നാളുകളായിട്ട് BJPയുടെ അജണ്ട തന്നെയാണ്, RSSൻ്റെ അജണ്ടയാണ്. അതുകൊണ്ട് ഇത് ഭരണഘടനയ്ക്കെതിരെയുള്ള ഒരു അറ്റാക്കാണ്. ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ഇത് നമ്മൾ ശക്തമായിട്ട് ഇതിനെതിരെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും, ജനാധിപത്യ വിശ്വാസികളും, ഈ ബഹുസ്വര സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും, ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ സമരത്തിൻ്റെ ഭാഗമാകണമെന്നാണ് ഓൾ ഇന്ത്യ ലോയേഴ്സിനെ അഭ്യർത്ഥിക്കുന്നത്. എന്താണ് അമിത്ഷാ ഇപ്പം ലാസ്റ്റ് നടത്തിയൊരു പരാമർശം? മൂപ്പര് പറയണത്, നിങ്ങൾക്ക് അംബേദ്കർ എന്നുള്ള പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ? നാമം ജപിക്കുന്ന പോലെ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നാമം വല്ലതും ജപിച്ചാൽ പിന്നെയും വേറെ എന്തെങ്കിലും ഈശ്വരനെ എന്തെങ്കിലും കിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. സത്യത്തിൽ പെട്ടെന്ന് കേട്ടാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രസ്താവനയായിട്ട് തോന്നാം. ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ വർത്താനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ വീട്ടുകാർ പറയും, ഇങ്ങനെ കളിച്ചിടക്കുന്നതിന് മുമ്പ് 2 അക്ഷരം പഠിച്ചുകൂടെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ചോദിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ രണ്ടാമത് പറയുന്ന, അല്ലെങ്കിൽ ആദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, ആ പ്രവർത്തനം കുറച്ച് കുറഞ്ഞ പ്രവർത്തനമാണ്. അതിപ്പോൾ സംഘടനാ പ്രവർത്തനമായിരിക്കാം, അതല്ലെങ്കിൽ കളിച്ചിടക്കുന്നതാവാം, അല്ലെങ്കിൽ സിനിമ കാണുന്നതാവാം. എന്നതുപോലെ കുറഞ്ഞ പ്രവർത്തനമായി കാണുന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കി മറ്റെന്തെങ്കിലും ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് കുറഞ്ഞ പ്രവർത്തനമായി കാണുന്നത് BJPയുടെ ഉള്ളിലുണ്ട്, അത് ഒരുപക്ഷെ അമിത്ഷായുടെ ഉള്ളിലുണ്ട്. അത് ഉള്ളിലുള്ളത് കൊണ്ടാണ് അതങ്ങനെ പുറത്തു വരുന്നത്. ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം. കാരണം BJPയുടെ അവരുടെ പരിപാടികളിലൊക്കെ അംബേദ്കറിൻ്റെ ഫോട്ടോ ഉണ്ട്. അവരെല്ലാവരും അംബേദ്കറെ കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട്, കോൺഗ്രസും പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നൊരു സംശയം തോന്നാം. അവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യം ഉയർത്തി സ്വച്ഛ് ഭാരത് എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. എല്ലായിടത്തും ഗാന്ധിജിയുടെ ഫോട്ടോ വെക്കുന്നുണ്ട്.
ഇങ്ങനെ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ഒരാളുടെ രാഷ്ട്രീയം ചോർത്തിക്കളയാം എന്നത് നന്നായി അറിയാവുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാറുള്ളത്. അതുപോലെ തന്നെയാണ് അവർ അംബേദ്കറിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ മറുവശത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷം മറ്റൊരു തരത്തിലാണ് ഗാന്ധിനെ അല്ലെങ്കിൽ അംബേദ്കറെ ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ആയിട്ട് വന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ ദളിതരും കർഷകരും ചേർന്ന് രക്ഷിച്ചു എന്നാണ്. അത് കൃത്യമായ ഒരു പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പൊളിറ്റിക്കലി ലോഡഡ് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നതുപോലെ തന്നെ കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറയുന്നു, അതല്ലെങ്കിൽ ദളിതരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെ ഐക്യം വേണമെന്ന് പറയുന്നു. ഇത് അംബേദ്കറിന്റെ കോർ ഐഡിയോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം ആദ്യമായി അപ്പുറത്ത് വരുമ്പോൾ അതിനെ ഭയപ്പെടുന്നത് കൊണ്ട്, അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നതുകൊണ്ട് ആണ് അവരിത് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു നേതാവും പറയാത്ത തരത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സാമൂഹ്യ നീതിയെക്കുറിച്ച്, കാസ്റ്റ് സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലത്ത് അത് അംബേദ്കറിന്റെ യഥാർത്ഥ ഐഡിയോളജിയാണെന്നും ആ ഐഡിയോളജി എങ്ങനെയും ചേർത്ത് തോപ്പിച്ചേ മതിയാവൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ പരിഹാസങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു ഭയമാണ്. എല്ലാ ഭയവും പോലെ പുറത്തത് ഭയമായിട്ടല്ല പുറത്തു വരിക. എല്ലാ ഇൻസെക്യൂരിറ്റികളും പുറത്തു വരിക അധികാര പ്രയോഗങ്ങളായിട്ടാണ്. ഈ അധികാര പ്രയോഗമായിട്ട് പുറത്തു വരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ അംബേദ്കറുടെ യഥാർത്ഥ ഐഡിയോളജിയെ അവരിന്നും ഭയക്കുന്നുവെന്ന് തന്നെയാണ് അർത്ഥം. ഈ അവസരത്തിൽ കേന്ദ്രമന്ത്രിയായ അമിത്ഷാ പൊതുജനങ്ങളോട്, അതായത് ഇന്ത്യക്കാരോട്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഭരണഘടനയുടെ ശില്പിയെ ഇത്തരത്തിൽ അപമാനിച്ചതിന് പൊതുജനത്തോട് മാപ്പ് അപേക്ഷിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.